അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷമ്മു സ്മാർട്ട് ഡിസൈൻസ്. ഇന്നലെ നമ്മളിട്ട വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അതായത് ചെയ്ത് വെച്ചതൊക്കെ നമ്മൾ ശനിയാഴ്ച തന്നെയാണ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതും, അതുപോലെ ഞായറാഴ്ചയ്ക്ക് ഇരുന്നിട്ട് ഒരു ദിവസം ഗ്യാപ്പ് കൊണ്ട് നമ്മളെല്ലാം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വീഡിയോൻ്റെ ലെങ്ത്ത് കൂടരുത് എന്ന് കരുതിയിട്ട് നമ്മൾ ഇന്നലെ വീഡിയോൻ്റെ ഡീറ്റെയിൽ, അതായത് മെറ്റീരിയലിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നതിൻ്റെയൊക്കെ ഒരു ദിവസത്തെ കാര്യമാണ് കേട്ടോ നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതായത് തുടക്കത്തിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. കാരണം വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ലൈക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് ചിലപ്പോൾ വിട്ടുപോകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് കൂട്ടുകാർ വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ആ ഒരു സപ്പോർട്ട് തുടർന്നുണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറയുന്നത് പോലെ എല്ലാ ടോപ്പുകളുടെ നെക്കാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്ത് വെക്കാറ്. അപ്പോൾ കോട്ടൺ മെറ്റീരിയലിലാണ് ഈ ഒരു പീസ് വന്നിരിക്കുന്നത്. അതുപോലെ നെക്ക് വെച്ച് കൊടുക്കുന്ന ആ പീസും കോട്ടൺ തന്നെയാണ് കേട്ടോ. പക്ഷേ കോട്ടൺ ആണെന്ന് കരുതിയിട്ട് സിമ്പിളൊക്കെയാണ് ചെയ്യാനായിട്ട്. പക്ഷേ ഈ നെക്കിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നല്ലൊരു പണി കിട്ടും കേട്ടോ. കാരണം അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞു പോകുകയാണെങ്കിൽ ആ ഒരു ഷേപ്പിൽ തന്നെ നല്ല വ്യത്യാസം സംഭവിക്കും. അതുകൊണ്ട് നല്ല നീറ്റ് ആൻഡ് ഫിനിഷിങ്ങിൽ ഓരോ ഭാഗവും നോക്കി നോക്കി അതിൻ്റെ അറ്റമൊക്കെ ഉണ്ടല്ലോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറുതായിട്ട് തന്നെ മടക്കിയിട്ട് തന്നെ വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ ഈ നെക്ക് സ്റ്റിച്ച് ചെയ്യൽ മാത്രമാണ് ഇതിൽ ബുദ്ധിമുട്ട്. കാരണം ആ ഒരു നെക്കിൻ്റെ പോർഷൻ മാത്രമേ ഇതിൽ ചെയ്യാനായിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ വേണം കേട്ടോ ഈ ഒരു നെക്കിൻ്റെ ഭാഗം ഫിനിഷ് ചെയ്തെടുക്കാൻ. നമ്മൾ പൊരിച്ചിൽ കാട്ടിയിട്ട്, അതായത് ബേജാറ് കാട്ടിയിട്ട് പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനേക്കാൾ ഇരട്ടിക്ക് പണി കിട്ടും കേട്ടോ. അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തത്. അതായത് ഈ നെക്ക് മാത്രമേ ഉള്ളല്ലോ ചെയ്യാനായിട്ട്, ബാക്കിയൊക്കെ സിമ്പിളാണ്. ഈ നെക്കിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്, അതായത് എങ്ങനെയാണ് ഇത് വെച്ച് കൊടുക്കേണ്ടത്, ഇല്ലെങ്കിൽ എങ്ങനെയാണ് സെറ്റാക്കി എടുക്കേണ്ടത് എന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് ആയിട്ട് നമ്മൾ വേറെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ലേബൽ വന്നിട്ടില്ല, അതുകൊണ്ട് ഇത് കറക്റ്റ് ഏതാ സൈസ് എന്ന് നമുക്ക് അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കുമ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഫുൾ മെഷർമെൻറ്റും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത് ഏതാണ് സൈസ് എന്ന് നമുക്കൊന്ന് അവരെ വിളിച്ച് ചോദിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഇന്ന് ഇടാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നെക്കുകളൊക്കെ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഒന്നും കാണിക്കാത്തത്. പിന്നെ ഞാൻ എടുത്തത് മുമ്പ് ഞാൻ പണ്ടുണ്ടായിരുന്നു 20 പീസാണ്. അപ്പോൾ അത് എല്ലാതും ഇതുപോലെ തന്നെ നെക്കും എല്ലാം കൂട്ടി യോജിപ്പിച്ച് സെറ്റാക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കും. അതുപോലെ ബാക്കിയുള്ള സ്ലീവ്സും ഇതൊക്കെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ മൊത്തത്തിൽ കൂട്ടി യോജിപ്പിക്കലാണ് കേട്ടോ ചെയ്യൽ. പിന്നെ നമ്മുടെ ടൈറ്റിലിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ട്, ഇല്ലെങ്കിൽ ചെയ്യണം എന്ന് മനസ്സിലാഗ്രഹം ഉണ്ടാവും, പക്ഷെ അതെങ്ങനെ ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം എന്നൊരു ഐഡിയ ഇല്ലാത്തവരായിരിക്കില്ലേ നമ്മൾ പലരും. ഈ പറയുന്ന ഞാനടക്കം അങ്ങനെ ആയിരുന്നു ഈ അടുത്ത കാലം വരെ കേട്ടോ. പിന്നെ ഈ അടുത്തായിട്ടാണ് മൈൻഡ് മാറിയതും ഈ മടിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ കണ്ടെത്തണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ അന്വേഷിച്ച് ഇറങ്ങണം എന്നൊക്കെ മനസ്സിലായി തുടങ്ങിയപ്പോൾ മാഷാ അല്ലാഹ് ഇപ്പോൾ അത് ഒരു വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം മെയിൻ കാരണം നമ്മുടെ ഇല്ലെങ്കിൽ നമുക്ക് കഴിവില്ല, നമുക്ക് പറ്റില്ല എന്നുള്ളൊരു ചിന്ത മാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാനും ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഇങ്ങനെ ചിന്തിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല കേട്ടോ. കാരണം നമ്മുടെ കഴിവിൽ ആദ്യം വിശ്വാസം വേണ്ടത് നമുക്ക് തന്നെയാണ്. എന്ത് ചെയ്യുമ്പോഴും ആദ്യം തുടക്കത്തിൽ നമുക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മളത് ചെയ്തു തുടങ്ങുക കേട്ടോ. തുടക്കത്തിൽ തന്നെ ഓവർ കോൺഫിഡൻസ് എടുത്തിട്ട് എനിക്ക് എല്ലാം പറ്റും, ഞാനാണ് വലിയ ആളെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുറത്തേക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ ഏതൊരു ഓർഡർ ആയിക്കോട്ടെ. ഇപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഫീൽഡിനെ കുറിച്ച് പറയുന്നത്. നിങ്ങൾക്ക് പറ്റുന്ന കഴിവില്ലെങ്കിൽ നിങ്ങളിലുള്ള കഴിവ് എന്താണ്. ഇപ്പോൾ നമ്മൾ പറയുക വീട്ടിലിരുന്നിട്ടൊക്കെ ഈ പറയുന്നത് പോലെ ഹെയർ ബാൻഡ്സ്, അതുപോലെ വള, മാല, ക്ലിപ്സ്, ഇങ്ങനെ ഒരുപാട് ജോബുകൾ ഇപ്പോൾ ചെയ്യുന്ന സ്ത്രീകളുണ്ട് നമുക്ക് ചുറ്റും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നവരാണ് ആണെങ്കിലും ആദ്യം അത് നമുക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മമാർക്ക് വേണ്ടിയിട്ടോ അങ്ങനെ ആർക്കെങ്കിലും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് ചെയ്തു കൊടുക്കുക. കാരണം പുറത്തേക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ പുറത്തേക്ക് എന്തെങ്കിലും ഓർഡർ കൊടുക്കാനോ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. കാരണം തുടക്കത്തിൽ തന്നെ അത് നമുക്ക് അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ കഴിവിൽ നമുക്ക് വിശ്വാസം വേണം. ഒരു പ്രാവശ്യം ചെയ്തു ചിലപ്പോൾ അബദ്ധം പറ്റിയേക്കാം, രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യും ചിലപ്പോൾ തെറ്റ് പറ്റിയേക്കാം. പക്ഷേ അതാണ് ഞാൻ പറയുന്നത്, അത് 2-3 പ്രാവശ്യം ചെയ്തിട്ടും സക്സസ് ആവാതെ എനിക്കിതിനെ കൊണ്ടൊന്നും പറ്റില്ല, അല്ലെങ്കിൽ ഞാനിതിവിടെ അവസാനിപ്പിക്കുകയെന്ന് വിചാരിച്ചാൽ പിന്നീട് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ.
അപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ തെറ്റ് പറ്റും. അങ്ങനെ തെറ്റ് പറ്റിയിട്ടാണല്ലോ ശരിയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന എൻ്റെ ഒരു കാര്യത്തിൽ തന്നെയാണെങ്കിലും എത്ര തുണികളാണെന്ന് പറഞ്ഞാൽ നശിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ പഴയ മാക്സികളായിക്കോട്ടെ, സാരികളായിക്കോട്ടെ, ഒരുപാട് മെറ്റീരിയൽസ് ഞാൻ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു തുടക്കത്തിൽ നിന്നാണ് ഇപ്പം ഞാൻ ഇത്രയും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതും എനിക്ക് ചെയ്യാൻ പറ്റിയതും. അതാണ് ഞാൻ പറയുന്നത്. എനിക്ക് വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഞാൻ ആദ്യം ഒരുപാട് ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്തത്. അങ്ങനെ തെറ്റുപറ്റി പിന്നീടാണ് കേട്ടോ അത് കറക്റ്റ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ലെവലിൽ എത്തിയത്. അതുപോലെ എൻ്റെ മോൾക്കാണെങ്കിലും പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഞാൻ ഒരുപാട് ഫ്രോക്കുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് ഇപ്പോൾ പെർഫെക്റ്റായിട്ട് ഏതൊരു മെഷർമെൻറ്റിലും എങ്ങനെ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാമെന്ന് നമ്മൾ പക്കയായി പഠിച്ചത് ഈ പറയുന്ന പോലെ തെറ്റുകളിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു കഴിവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. എൻ്റെ ഉള്ളിലുള്ളൊരു കഴിവ് ഇതാണെന്നും ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് കേട്ടോ എനിക്ക് ഈ ഒരു ഫീൽഡിൽ തന്നെ ഉറച്ചു നിൽക്കാൻ വേണ്ടി പറ്റിയത്. അതുപോലെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും അവരവരുടേതായ ഓരോ കഴിവുകളും ഉള്ളിലുണ്ടാകും കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഓരോരുത്തരും അവരുടെ കഴിവിനനുസരിച്ച് പ്രവർത്തിക്കുക കേട്ടോ. ഒരിക്കൽ പരാജയപ്പെട്ടെന്ന് കരുതിയിട്ട് ഒരിക്കലും തളർന്നു പോകരുത്. നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം എന്താണെന്ന് മറ്റുള്ളവരിനേക്കാളും കൂടുതൽ നമുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമുക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മുടെ ഇക്കമാർ നോക്കാണ്ടോ ഇല്ലെങ്കിൽ അവർ നമുക്ക് ആഗ്രഹങ്ങൾ സാധിച്ചു തരാണ്ടോ അല്ല, പക്ഷേ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമുക്കൊരു അതിയായ ആഗ്രഹം ഉണ്ടാകും. സ്വന്തമായി ഏൺ ചെയ്യണം, അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകും. ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുക. അങ്ങനെയുള്ള സ്ത്രീകൾക്കാണ് ഞാൻ ഈ ഓരോ വീഡിയോയും ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ഇത് അവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്റ്റിച്ച് ചെയ്തതും അതുപോലെ നമ്മൾ മറ്റൊരാൾക്ക് ഏൽപ്പിച്ചതും എല്ലാം കളക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ 60 പീസാണ് കേട്ടുള്ളത്. ഓരോന്നിലും 20 പീസ് വീതം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ക്വയർ ഷേപ്പിൽ ഒന്നുള്ളതാണ് കേട്ടോ സെൻറ്ററിലുള്ളത്, ബാക്കി രണ്ടും ഒരു കോൺ ഷേപ്പിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ കാരണം ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു നല്ലത് വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ചാനലിലേക്ക് പുതുതായിട്ട് കൂട്ടുകാർ വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളുടെ കൂട്ടത്തിൽ കൂടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.